എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ഒരു പുതിയ വർഷം ഈ വരുന്നതായ പുതിയ 2025 നല്ലതിനായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ കൃഷി വീഡിയോയിലോട്ട് നമുക്ക് കടക്കാം. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ജനുവരി മാസത്തെ കൃഷിയാണ്. അപ്പം വളരെ പെട്ടെന്ന് തന്നെയാണ് നമ്മുടെ 2024 നമ്മളെ കടന്നു പോകുന്നത്. അപ്പോൾ ഇനി 2025 നമ്മൾ പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കുക. എന്താണ് നമ്മുടെ പുതിയ തീരുമാനം എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ പേരും കൃഷിയുടെ ലോകത്തേക്ക് വരിക എന്നുള്ളതാണ് ഇനി പുതിയ ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് 1 മില്യൺ കർഷകരെ നമുക്ക് ആക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക, കൃഷിയൊക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് തുടങ്ങാം. വലിയ കൃഷിക്കാരെക്കുറിച്ചോ ഒന്നുമല്ല നമ്മുടെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ചെറിയൊരു അടുക്കളത്തോട്ടം, അതാണ് നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കും കൃഷി ചെയ്യാം. കുട്ടി കർഷകർക്കും അതേപോലെ തന്നെ പ്രായമായവർക്കും എല്ലാവർക്കും ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ കാണിക്കുന്നത്. അതുപോലെ തന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ വീട്ടിലെ വേസ്റ്റുകൾ കമ്പോസ്റ്റ് ആക്കിക്കൊണ്ടും ഒക്കെ നമുക്ക് ചെയ്യാവുന്നതായ കൃഷി രീതികളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും ചെയ്യാം. അപ്പം ആദ്യമായിട്ട് ജനുവരി മാസത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൃഷി എന്ന് പറഞ്ഞാൽ ചീര കൃഷി നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസത്തിലൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഈ മണ്ണൊക്കെ നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് അങ്ങ് മാറും. അപ്പം നമ്മൾ എന്തുകൊണ്ടെന്ന് അറിയാമോ, നല്ലതുപോലെ കിളച്ചൊരുക്കി ചീരകൃഷി ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ്. ചീരകൃഷി ആണെങ്കിലും മറ്റുള്ള കൃഷികൾക്കും എല്ലാം ചെയ്യാം. പ്രത്യേകിച്ച് ചീര കൃഷിക്ക് നമ്മൾ ആ മണ്ണെല്ലാം നല്ലതുപോലെ ഒരുക്കി, ചാണകപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ചാണകപ്പൊടി ഇടാം. അതല്ല കോഴിവളം, ചീരയ്ക്ക് ഏറ്റവും നല്ലതാണ് കോഴിവളം. കോഴിവളമൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി മറിച്ചിട്ടിട്ട് വെള്ളവും നനച്ചിട്ടിട്ട് നമ്മൾ ചീരവിത്ത് പാകാം എന്നുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് ചീരകളൊക്കെ കിളിച്ച് വരുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും മണ്ണിളക്കം അത്യാവശ്യമാണ് ജനുവരി മാസത്തിൽ. അപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മളൊരു 10 ദിവസമൊക്കെ കൂടുമ്പോൾ നമ്മൾ ഓരോ പച്ചക്കറി നടുമ്പോഴും അതിൻ്റെ ചുവടൊക്കെ നമ്മൾ ഒന്ന് മണ്ണിളക്കി, ചെടിയെ എടുത്ത് കളയാൻ വേണ്ടിയിട്ടല്ല, മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക, ചീരകൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. പലതരത്തിലുള്ളതായ ചീരകളുണ്ട്. സുന്ദരി ചീര, മയിൽപ്പീലി ചീര, പാൽച്ചീര, ഗ്രീൻ ചീര, റെഡ് ചീര, ചെമ്പട്ട് ചീര, ഇങ്ങനെ വ്ളാത്താങ്കര ചീര, ഇങ്ങനെ പല ടൈപ്പിലുള്ളതായ ചീരകളുണ്ട്. അപ്പം പല വെറൈറ്റിയിൽ ഇങ്ങനെ നടാമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ചാൽ നിങ്ങളത് നടാനായിട്ട് ശ്രമിക്കുക. എന്തായാലും നല്ലൊരു ക്ലൈമറ്റാണ് ചീര നടാനായിട്ട്. അടുത്തെന്ന് പറഞ്ഞാൽ പയർ കൃഷിയാണ്. പയർ കൃഷി നമുക്ക് എപ്പോഴും ചെയ്യാം. നല്ല സൂപ്പറായിട്ട് നമുക്ക് പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ അതും ഈ പറഞ്ഞ മാതിരിയാണ്. നല്ല മണ്ണിന് നല്ല ഇളക്കം വേണം, പിന്നെ നല്ല വളം വേണം. ഒരു 10 ദിവസം കൂടുമ്പോഴെങ്കിലും അതിന് വളമോ ജൈവസ്ലറിയൊക്കെ ഒഴിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ പയർ പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. പയറും പല ഇനത്തിലുണ്ടെന്ന് നിങ്ങൾക്കിപ്പം നമ്മുടെ വീഡിയോസൊക്കെ കാണുമ്പോഴും നമ്മുടെ വെബ്സൈറ്റിലൊക്കെ കയറി നോക്കുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെയൊക്കെ വിത്തുകൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾക്കത് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയും നിങ്ങൾക്ക് മെസ്സേജൊക്കെ വിട്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം, എങ്ങനെ മേടിക്കാം എന്നൊക്കെ ഉള്ളത് നമ്മുടെ സ്റ്റാഫൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് വെണ്ട കൃഷിയാണ്. വെണ്ട കൃഷി നമുക്ക് സൂപ്പറായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാ കൃഷിയും നമുക്ക് ചെയ്യാം. എന്നാൽ ഒരു 10 ടൈപ്പെങ്കിലും നമ്മൾ നമ്മുടെ വീട്ടുമുറ്റത്തോ ടെറസിലോ ഗ്രോ ബാഗിനകത്തോ ചട്ടിയിലോ ഒക്കെ നിങ്ങൾക്ക് നടാവുന്നതാണ്. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കാച്ചിലൊക്കെ നമ്മുടെ ചാക്കിനകത്ത് നട്ടിട്ട് നല്ല അടിപൊളിയായിട്ടൊരു കാച്ചിലൊക്കെ നമ്മൾ വിളവെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി കിട്ടുന്നതായ ചാക്കുകൾ ഒന്നും കളയരുത്. അതിനകത്ത് നമുക്ക് എല്ലാ പച്ചക്കറികളും അതേപോലെ നമ്മുടെ ഇടവിള കൃഷികളും ഒക്കെ നിങ്ങൾക്ക് നടാവുന്നതാണ്. അപ്പോൾ ഈ അരിയൊക്കെ വാങ്ങിക്കത്തില്ലേ, 5 സ്റ്റാറിൻ്റെയോ 7 സ്റ്റാറിൻ്റെയൊക്കെ 10 കിലോയുടെയൊക്കെ ചാക്കൊക്കെ കിട്ടുമ്പോൾ നിങ്ങളത് കളക്ട് ചെയ്ത് വെച്ചേക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെയാണ് നമ്മുടെ ശീതകാല പച്ചക്കറികൾ. അത് ആദ്യമേ തന്നെ പറയേണ്ടതായിരുന്നു. ശീതകാല പച്ചക്കറികൾ പിടിപ്പിക്കാനുള്ള സമയമൊന്നും അതിക്രമിച്ച് പോയിട്ടില്ല. ഇനി നടാനുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നടാം. ഒരു 5 ക്യാബേജ്, ഒരു 5 കോളിഫ്ലവർ, 5 ബ്രൊക്കോളി, 5 തക്കാളി, ഇങ്ങനെയുള്ളതായ ഐറ്റങ്ങളൊക്കെ നമുക്ക് നടാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പിന്നെ വിത്തുകൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തൊക്കെ നഴ്സറികളിൽ തൈകൾ കിട്ടുമെന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ച് നട്ടാലും മതി. നന്നായിട്ട് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഗ്രോ ബാഗിനകത്തോ മണ്ണിനകത്തോ നിങ്ങൾക്ക് നടാവുന്നതാണ്. അപ്പം നമുക്ക് കടകളിലൊക്കെ ഇരിക്കുന്നത് നമുക്ക് വാങ്ങിച്ച് കഴിക്കാതെ സ്വന്തമായിട്ട് നമ്മുടെ വീട്ടുപറമ്പിൽ നമ്മളിങ്ങനെ നട്ടുപിടിപ്പിക്കുകയെന്നുണ്ടെങ്കിൽ ഈ കീടനാശിനികളൊന്നും തളിക്കാത്ത ബ്രൊക്കോളിയും കോളിഫ്ലവറും ക്യാബേജും ഒക്കെ നമുക്ക് നമ്മുടെ മുറ്റത്ത് തന്നെ എടുത്ത് കഴിക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെയെന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ നട്ടുപിടിപ്പിക്കുമ്പോൾ പുഴു കയറുന്നതായ സംഭവങ്ങളായതുകൊണ്ട് നമ്മൾ വാങ്ങുന്നതൊക്കെ ഈ വിത്ത് മുതൽ വിളവ് വരെയും അതിനകത്ത് കീടനാശിനികളൊക്കെ തളിച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം, ഒരു കുറച്ച് എങ്കിലും നമ്മുടെ മുറ്റത്ത് നടാനായിട്ട് ശ്രമിക്കുക. അടുത്തതാണ് പച്ചമുളക് കൃഷി എന്ന് പറയുന്നത്. പച്ചമുളകിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ നമ്മൾ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട്. പച്ചമുളകൊക്കെ എങ്ങനെ നട്ടുപിടിപ്പിക്കാം എന്നൊക്കെ ഉള്ളതായ വീഡിയോ. അപ്പം പച്ചമുളകും നിങ്ങൾ നട്ടുപിടിപ്പിക്കുക. അപ്പം നമ്മുടെ വിത്തുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങുന്ന വിത്തുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അധികം വെള്ളത്തിലൊന്നും ഇടേണ്ട കാര്യമില്ല.
ഡയറക്റ്റ് നിങ്ങൾ മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ അതിനകത്ത് നട്ടാൽ മതി. പ്രത്യേകിച്ച് അതിന് പോട്ട് മിക്സും കാര്യങ്ങളും ഒന്നും തയ്യാറാക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ അല്ലെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ നമ്മുടെ വിത്തുകൾ മുളച്ച് വരുന്നതായിരിക്കും. ഒരു 4 പരുവമൊക്കെ ആകുമ്പോഴത്തേക്ക് മാറ്റി നടാനായിട്ട് ശ്രമിക്കുക. ഈ സമയം കൊണ്ട് നമ്മൾ മണ്ണൊക്കെ ഒരുക്കി വളമൊക്കെ ഇട്ട് തയ്യാറാക്കി വെക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ ഏത് പച്ചക്കറികളാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് വളർന്നു വരുന്നതായിരിക്കും. അടുത്തെന്ന് പറഞ്ഞാൽ കായ്ച്ചകളുടെയൊക്കെ ശല്യം കുറവായതുകൊണ്ട് എന്ന് വെച്ചാൽ ഈ ഡ്രൈ കാലാവസ്ഥയായതുകൊണ്ട് കായ്ച്ചകളൊക്കെ ചെന്ന് കുറഞ്ഞിരിക്കും. അപ്പോൾ നമുക്ക് പടർന്നു കയറുന്നതായ പീച്ചിൽ, പാവൽ, പടവലം, മത്തന്, അതുപോലെ തന്നെ നമ്മുടെ വെള്ളരി, കുക്കുംബർ അങ്ങനെയുള്ളതായ സംഭവങ്ങളൊക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പം അതും നിങ്ങൾ നട്ടുപിടിപ്പിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് വിത്ത് വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളത്തിലിടേണ്ട കാര്യമില്ല, ഡയറക്റ്റ് മണ്ണിൽ തന്നെ ഇടുക. പിന്നെ അതുപോലെ തന്നെ ഇതിന് എപ്പോഴും നല്ല രീതിയിൽ വളങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചതിനപ്പുറമായിട്ട് നമുക്ക് വിളവുകൾ കിട്ടിക്കൊണ്ടേയിരിക്കും. പിന്നെ മത്തനൊക്കെ കൃഷി ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മത്തൻ കൃഷിയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. മത്തനകത്ത് ചാരവും ഒക്കെ കലക്കി ഒഴിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ അതിനകത്ത് മുട്ടുകൾ വരികയും എന്ന് വെച്ചാൽ പെൺപൂക്കൾ ഉണ്ടാവുകയും കായ്കൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്യും. ഇപ്പം അതിനകത്തുള്ള ടിപ്സും ട്രിക്സും ഒക്കെ ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ആ മത്തൻ്റെ വീഡിയോ എല്ലാത്തിൻ്റെയും വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. യൂട്യൂബ് എടുത്തിട്ട് മിനീസ് ലൈഫ് സ്റ്റൈൽ അടിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മത്തൻ കൃഷി വേണോ, ഏത് കൃഷിയാണ് നിങ്ങൾക്ക് വേണ്ടുന്നത് അത് നിങ്ങൾ അടിച്ചു നോക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കൃഷി നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. നിങ്ങൾ അതേപോലെ ഫോളോ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് വിളവെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം നമുക്ക് കുറച്ച് വഴുതന കൂടി നട്ടാലോ? അപ്പം നന്നായിട്ട് നമുക്ക് വഴുതന നട്ടുപിടിപ്പിക്കാനായിട്ട് സാധിക്കും. നമുക്ക് നിത്യവും നമുക്ക് വേണ്ടതാണ് വഴുതനയും വെണ്ടയും മുളകും എല്ലാം. സാമ്പാറൊക്കെ നമുക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഓടി വന്നിട്ട് നമ്മുടെ പറമ്പിൽ നമുക്ക് തന്നെ എടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒരു 4-5 മൂട് വഴുതനയെങ്കിലും നടാനായിട്ട് ശ്രമിക്കുക. ഗ്രോ ബാഗിനകത്ത് നടാം, അതെല്ലാം മണ്ണിനകത്ത് നടാം. അതിനൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വളവും ചാരം, ചാണകം, എല്ലുപൊടി ഇതൊക്കെ ഇട്ട് കൊടുക്കാമെന്നുണ്ടെങ്കിൽ വെട്ടിയടിപ്പിച്ചൊക്കെ കൊടുക്കാമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അതിനകത്ത് പൂവിടുകയും നന്നായിട്ട് കാ പിടിക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഫിഷ് അമ്മനോ എഗ്ഗ് അമ്മനോ ഒക്കെ ഉണ്ടാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഇഷ്ടംപോലെ കൊച്ചു മീനൊക്കെ കിട്ടാറുണ്ട് അല്ലേ, ചാള, മത്തി ഇതൊക്കെ കിട്ടാറുണ്ട്. അപ്പം അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഫിഷ് അമ്മനോയൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. അതുപോലെ എഗ്ഗ് അമ്മനോ ഒക്കെ നമുക്ക് 3 മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ കുറേ കാലം നമുക്ക് എഗ്ഗ് അമ്മനോ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ സാധിക്കും. പൂക്കൾ ഉണ്ടാവാനും പൂക്കൾ കൊഴിഞ്ഞു പോകാതെ അത് കായകളായിട്ട് മാറാനും ഈ ഫിഷ് അമ്മനോയും അതുപോലെ തന്നെ എഗ്ഗ് അമ്മനോ ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പം എന്നേക്കായും പൊക്കത്തിലാണ് ചേമ്പൊക്കെ വളർന്ന് നിൽക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ചേമ്പൊക്കെ നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ചേമ്പിൻ്റെ അതിൻ്റെ വിത്തുകളൊക്കെ ഉണ്ടല്ലോ, വിത്തെന്ന് വെച്ചാൽ നമ്മൾ ചേമ്പും കൊണ്ടെന്ന് അവിടെ പറയുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ സൂക്ഷിച്ച് കുറച്ച് മണ്ണിന് അടുക്കി ഇട്ട് കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഒരു മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കത് വീണ്ടും നടാനായിട്ട് സാധിക്കും. ഇടവിള കൃഷികളൊക്കെ അത്യാവശ്യം വിളവെടുക്കാനുള്ള സമയമായിട്ടുണ്ട്. മഞ്ഞൾ, അതുപോലെ തന്നെ നമ്മുടെ ചേന, ചേമ്പ്, കാച്ചിലൊക്കെ വിളവെടുക്കുന്ന സമയമാണ്. അപ്പം അതെല്ലാം നമ്മൾ വിത്തിനുള്ളത് നമ്മൾ പ്രത്യേകം സൂക്ഷിച്ച് വയ്ക്കുക. കഴിക്കാനുള്ളത് നമ്മൾ പ്രത്യേകം എടുക്കുക. പിന്നെ ഇനി എന്താണ് പറയാനുള്ളത്, ഇനി കോവലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നട്ടുപിടിപ്പിക്കാം. അതും നല്ലതുപോലെ മണ്ണൊക്കെ ഒരുക്കിയതിന് ശേഷം നല്ലൊരു കുഴി എടുത്തിട്ട് അതിനകത്ത് ചാണകപ്പൊടി ഇട്ട് മൂടുക. പിന്നെ നമ്മൾ കുറച്ച് മണ്ണും കൂടി ഇടുക, വളമിടുക. അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഈ നമ്മുടെ കോവൽ കമ്പൊക്കെ കുഴിച്ചിടാന്നുണ്ടെങ്കിൽ അടിവളമായിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ അവർ നല്ല ആർത്തിയോടുകൂടി കിളിച്ചു വരികയും നമുക്ക് ഇഷ്ടംപോലെ കോവയ്ക്ക വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെ മതിയല്ലോ പച്ചക്കറികളെ അല്ലേ. നമുക്ക് വേണ്ടുന്നതായ കാര്യങ്ങൾ ഒരു കുറച്ച് 10 നമ്മുടെ കപ്പ, ചീനിക്കമ്പ് നട്ടുപിടിപ്പിക്കുക, ഒരു 2 വാഴ നട്ടുപിടിപ്പിക്കുക. അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ളത് എന്തും നമ്മൾ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ച് പിന്നെ ഒരു കാര്യം കൊണ്ട് കറിവേപ്പ് നട്ടുപിടിപ്പിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കറിവേപ്പും കൂടെ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇത്രയൊക്കെ മതിയല്ലോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതൊക്കെ ഇങ്ങനെയൊക്കെ കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minis-lifestyle.com എന്ന് വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വിത്തുകളും വാങ്ങിക്കാവുന്നതാണ്. വിത്തുകൾ കൂടാതെ തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ കസ്തൂരി മഞ്ഞൾ, ഇഞ്ചി, കൂവ, പൊന്നാങ്കണ്ണി ചീര എന്നിവയെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യക്കാർക്കൊക്കെ മേടിക്കാവുന്നതാണ്. അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഫേസ്ബുക്കിൽ കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.